നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ലൈവ് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് നെക്സ്റ്റ് ഫൈറ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ഫൈറ്റ് വരുന്നത് സ്നൈപ്പർ കിട്ട് വെഹിക്കിളുമായിട്ട് പാസ് ചെയ്യുന്നത് വലിയ ഇൻഫ്ലുവൻസിൻ്റെ ഒക്കെ അടുത്തേക്കൂടെയാണ് സ്നൈപ്പർ കിട്ട് പാസ് ചെയ്യുന്നത്. സ്നൈപ്പർ കിട്ട് ഈ മാച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് സ്നൈപ്പർ കിട്ട് ഇൻഫ്ലുവൻസ് നോട്ടോറിയസിന് ഡാമേജ് കൊടുക്കുന്നു. റീപ്പറിന് ഡാമേജ് കൊടുക്കുന്നു. സ്നൈപ്പർ കിട്ടിൻ്റെ ഗെയിം പ്ലേ OP ഗെയിം പ്ലേ നോട്ടോറിയസ് കയറി വരുന്നുണ്ട്. റീപ്പറിനെ ഫിനിഷ് ചെയ്യുന്നു സ്നൈപ്പർ കിട്ട്. ഓക്കെ, സ്നൈപ്പർ കിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നൊട്ടോറിയസ് ഉള്ളിലുണ്ട്. ഓൾറെഡി വേറൊരു വാമ്പയർ ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. തൊട്ട് പുറയിൽ അക്വ ഫോക്സ് നിലയുറപ്പിച്ചിട്ടുണ്ട്. സ്നൈപ്പർ കിട്ടിൻ്റെ ഒരു OP ഗെയിം പ്ലേ നമ്മൾ കണ്ടു. സ്നൈപ്പർ കിട്ട് അഥവാ നൊട്ടോറിയസ് മോൾട്ടോവർ ചെയ്യുന്നുണ്ട്. സ്നൈപ്പർ കിട്ട് കയറി വരുന്നു. സ്നൈപ്പർ കിട്ടിന് ഡാമേജ് കിട്ടുന്നു ഫ്രം അക്വ ഫോക്സിൻ്റെ കയ്യിൽ നിന്ന് ഡാമേജ് കിട്ടുന്നു. സ്നൈപ്പർ കിട്ടിലേക്ക് പോകേണ്ട ഒരു സ്നൈപ്പർ കിട്ട് ഒരു OP ഫയർ നടത്തുന്നു. സ്നൈപ്പർ കിട്ടിന് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു IFC നോട്ടോറിയസ്. ഓൾറെഡി അക്വ ഫോക്സും നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അക്വ ഫോക്സ് വേഴ്സസ് IFC ഫൈറ്റ് നടക്കാൻ അമൽ ആൻഡ് ബേസിൽ ഒരു റിഡ്ജ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അമൽ ആൻഡ് ബേസിൽ കയറിയിട്ടുണ്ട്. IFC നൊട്ടോറിയസ് കയറി വരുന്നുണ്ട്. നൊട്ടോറിയസിന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു. പക്ഷേ നൊട്ടോറിയസിൻ്റെ എതിരെ ഒരു നല്ലൊരു ആംഗിൾ മോൾട്ടോവർ ചെയ്യുന്ന ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. മോൾട്ടോവർ ചെയ്യുന്ന ലൊക്കേഷനല്ല അവർ ആക്ച്വലി ഉള്ളത്, കുറച്ചുകൂടി റൈറ്റ് മാറിയ ഒരു ലൊക്കേഷനിലാണ് ചാടി നോക്കുന്നു നൊട്ടോറിയസ്. അമൽ ആൻഡ് ബേസിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസ് വാമ്പയർ വരുന്നുണ്ട് ലൊക്കേഷനിൽ. ഇൻഫ്ലുവൻസ് വാമ്പയർ ഇപ്പോൾ എവിടെ നിന്ന് അറിയില്ല. ഇൻഫ്ലുവൻസ് വാമ്പയറിനെ നല്ല ഡാമേജ് കൊടുക്കുന്നു. ഇൻഫ്ലുവൻസ് വാമ്പയർ പക്ഷേ നല്ല ഫൈറ്റ് നടത്തുന്നു. ഇൻഫ്ലുവൻസ് വാമ്പയറിനെ നോക്കി ഇടുന്നു. അമൽ 1 HP ആണ്. നൊട്ടോറിയസിന് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. നൊട്ടോറിയസ് അങ്ങനെ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഇൻഫ്ലുവൻസ് വാമ്പയറിനെ എടുക്കുന്നു. ഇൻഫ്ലുവൻസ് വാമ്പയർ ഇപ്പോഴാണ് എത്തിയതെന്ന് തോന്നുന്നു ലൊക്കേഷനിൽ. നന്നായിട്ട് കളിച്ചു, നല്ലൊരു ഡാമേജ് കൊടുത്തു. അങ്ങനെ ഇൻഫ്ലുവൻസ് വിൻ ചെയ്യുന്നു വിത്ത് 2 kills. ഇൻഫ്ലുവൻസ് വിൻ ചെയ്യുന്നുണ്ട് വിത്ത് 2 kills. ഇൻഫ്ലുവൻസ് വിൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് 23 അലൈവ്, 7 ടീംസ് അലൈവ് ആണ്. അതാ DMT NDയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. DMT ND എവിടെയുണ്ട്? DMT ND ഓക്കെ, DMT ND ലൊക്കേഷൻ ഇനിയും ലോഡായി വരാൻ താമസമുണ്ട്. DMT ND വേഴ്സസ് RD ഒരു ഫൈറ്റ് നടക്കും. RD ടീം അവിടെ സെറ്റാണ്, അവിടെ ബിൽഡിംഗ് സെറ്റാണ്. അവർക്ക് ഇനിയും സോണിൽ കയറേണ്ട ഇതായിട്ടുണ്ട്. DMT ND സോണിൻ്റെ ഉള്ളിലല്ല, സോൺ വന്നിട്ടുള്ള അഡ്വാൻറ്റേജ് ഇൻഫ്ലുവൻസ് വാമ്പയർ ആൻഡ് ടീമിനാണ്. അതേപോലെ നമ്മുടെ ടീം 24 ഊരഡ ആൻഡ് ടവറാവും. എൻ്റെ പ്ലേസ് ലൊക്കേഷനിലൂടെ ആയിട്ടില്ല. ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ സേഫാണ്. അവർ പ്രോൺ ആയിട്ടുണ്ട്. സോ നമ്മുടെ ടീം നമ്പർ 18 DMT NDയുടെ നെക്സ്റ്റ് സ്ക്വാഡ് ഓൾറെഡി സോണിൻ്റെ എൻഡിലുണ്ട്. ലൂട്ട്സ് എടുക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ പറയാം. ഇല്ല, അവർ കവർ എടുക്കുന്നു ലൊക്കേഷൻ്റെ ഉള്ളിൽ. സോ ബാക്കി ഇനി ടീമുകൾ ഓക്കെ, RD ടീം സോണിലേക്ക് വരുന്നുണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കും. അത് RD ടീം സോണിലേക്ക് വരുന്നുണ്ട്. RD ടീം സോണിലേക്ക് വരുന്നു. അതവിടെ DMT വേഴ്സസ് LSD ഫൈറ്റ് നടക്കുന്നു. DMT വേഴ്സസ് LSD ഫൈറ്റ് നടക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ഓ ഗൈസ്, DMT LSDനെ വൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കാം. LSDനെ വൈപ്പ് ചെയ്യുന്നു. കറക്റ്റ്, ആ ഫൈറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ടുണ്ട്. സോ നെറ്റ്വർക്ക് ഇഷ്യൂ ഒരു മിനിറ്റ് ഞാനത് റെക്ടിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഓൾറെഡി ഈ മാച്ച് ഇനി ഏതെങ്കിലും കാരണവശാൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതും കൂടെ ഉണ്ട്. സോ അത് നിങ്ങളിലേക്ക് റെക്കോർഡ് ചെയ്തിട്ടായാലും എത്തിക്കാം. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. DMT ND സോണിലേക്ക് കയറുന്നുണ്ട്. TMK അതേസമയത്ത് TMKയും സോണിൻ്റെ എൻഡിലുണ്ട്. സോണിൻ്റെ എൻഡിൽ അവരുടെ സ്ഥാനം നിലയുറപ്പിച്ചിട്ടുണ്ട്. സോണിൻ്റെ എൻ്റെ ഉള്ളിലേക്ക് വരുന്നു TMK ടീം വിത്ത് വെഹിക്കിൾ. TMK ഓൾറെഡി ആദ്യനെ മിസ്സായിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് DMT NDയുടെ രണ്ടാമത്തെ ലൈനപ്പ് അതിലെ പാസ് ചെയ്തപ്പോൾ അവർ കില്ല് കൺഫേം ചെയ്ത് പോയതാണ് നമ്മുടെ TMKയുടെ ആദി എന്ന പ്ലെയറുടെ. അതുപോലെ RD വേഴ്സസ് DMT ND അടുത്തടുത്ത് വരുന്നു.
ആർ ഡി റൈഡേഴ്സ് വേഴ്സസ് DMTNT. അടുത്തടുത്ത് ഫൈറ്റ് വരുന്നു. DMTNT ഗുണ്ട കയറി പോകുന്നുണ്ട്. പുഷ് ചെയ്യാനാണോ ശ്രമം? അവരാണ് ഈ 4 പ്ലേയേഴ്സ് ഉണ്ട് DMTNTയുടെ. ഓക്കെ, 2 പ്ലേയേഴ്സാണ് ഇപ്പോൾ ഈ ലൊക്കേഷനിലുള്ളത്. ബാക്കി 2 പ്ലേയേഴ്സ് എവിടെ ഗൈസ്? ഈ ലൊക്കേഷനിൽ 2 പ്ലേയേഴ്സേ ഉള്ളൂ. ബാക്കി 2 പ്ലേയേഴ്സ് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമാണ് ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു നല്ല ഫൈറ്റ് എടുക്കാൻ സാധിക്കുള്ളൂ. ഇവർക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്കി 2 പ്ലേയേഴ്സ് എവിടെ പോയി അറിയില്ല. ഗുണ്ട ആൻഡ് സപ്പോർട്ടിന് വൈഷാണുള്ളത്. സോണിൻ്റെ എൻഡിലാണ് ഫൈറ്റ്. ഗുണ്ട ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫൈറ്റ് നടക്കാൻ ഗൈസ് നോക്കൂ. ഗുണ്ട ആൻഡ് അത് സപ്പോർട്ടുന്നു. ഹൈഷാം DMTNT ഹൈഷാം സപ്പോർട്ടിനെത്തുന്നു. ബാക്കി പ്ലേസും സപ്പോർട്ടിനെത്തുന്നു. DMTNT വൈഷിൻ്റെ ഒപ്പം അശ്വിനും സപ്പോർട്ടിനെത്തുന്നു. സോ ഇവിടെ ഫൈറ്റ് നടക്കാൻ ചാൻസ് കാണുന്നുണ്ട്. DMT ഹൈഷാം നോക്കാവുന്നു വിത്ത് ഹാൻഡ് ഓഫ്. ആരാണ് ഹൈഷാമിനെ നോക്കാക്കിയത് നമുക്ക് നോക്കാം. ഹൈഷാം ഓൾറെഡി നോക്കാവുന്നു. ഹൈഷാമിനെ ഫിനിഷ് ചെയ്തിടുന്നു. ആർടി ജാക്ക് ഫിനിഷ് ചെയ്തിടുന്നു. വൈഷിനെ 1 HP ആക്കിയിട്ടുണ്ട്. വൈഷിനെ 1 HP ആക്കിയിട്ടുണ്ട്. ആർടി സ്ട്രോം ഓൾറെഡി നോക്കാണ്. വൈഷ് ഓക്കെ, ഇവിടെ ഇതാണ് സിറ്റുവേഷൻ ഗൈസ്. ബ്രൂട്ട് ആൻഡ് ജാക്ക് ലൊക്കേഷനുകൾ പിടിക്കുന്നുണ്ട്. ജാക്ക് ഒരു റിവൈവ് എടുക്കാൻ കുഞ്ഞേക്കാം. അതേ റിവൈവ് എടുക്കുന്നു. ബ്രൂട്ട് ബ്രോ പീക്ക് ആൻഡ് ഫയർ ചെയ്യുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതേ മോൾട്ടോവുകൾ എറിയുന്നുണ്ട്. DMT വൈഷ് റിവൈവ് ആയി വരുന്നുണ്ട്. ഗുണ്ട വേറെ ഔട്ട്സൈഡ് വോൾ കവറായി പിടിച്ചിട്ടുണ്ട്. പ്ലേയേഴ്സ് എല്ലാം ഒരു പ്ലെയർ മാത്രം DMTNTയുടെ നഷ്ടപ്പെടുന്നു. DMTNT ഹൈഷാം, അതെ ഹൈഷാം തന്നെ, അതെ ഹൈഷാം പോകുന്നുണ്ട്. ഇവിടെ ഫൈറ്റ് നടക്കുന്നു. DMTNT വേഴ്സസ് RD ഫൈറ്റ് നടക്കുന്നുണ്ട്. DMTNT അശ്വിൻ ഒക്കെ കയറി വരുന്നു. DMTNT ഗുണ്ട ഒരു നല്ല ലൊക്കേഷൻ പിടിക്കുന്നു, നല്ലൊരു ആംഗിൾ പിടിക്കുന്നു. ഒരു പക്ഷേ ഒരു നേടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമായേക്കാം. ബ്രൂട്ട് ബ്രോ ആരൊക്കെയോ മോൾട്ടോ എല്ലാം എറിയുന്നുണ്ട്. ഇവിടെ എന്താണ് ഗൈസ് അവസ്ഥ? ഓക്കെ, ഗുണ്ട വേറൊരു ആംഗിൾ പിടിച്ച് കയറി വരുന്നുണ്ട്. ഗുണ്ടയ്ക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു ആംഗിൾ. ഓക്കെ, CUs ഓൾറെഡി സൗണ്ട് കിട്ടിയിട്ടുണ്ട്. CUസിന് സൗണ്ട് കിട്ടിയിട്ടുണ്ട്. CUs ആൻഡ് ബ്രൂട്ട് ജാക്ക് എല്ലാവരും ഗുണ്ടയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബാക്കിയുള്ള 2 പ്ലേയേഴ്സ് അപ്പോൾ വേറെ റൊട്ടേഷൻ കൂടി. DMTNT അശ്വിനും കൂടെയുണ്ട് ഗുണ്ടയുടെ ഒപ്പം. ഒരു പക്ഷേ ഒരു നേട് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായേക്കാം. 2 പേർക്കും ഡാമേജ് കിട്ടിയേക്കാം. അല്ലെങ്കിൽ ഒരാൾ 1-2 പേർ അടുപ്പിച്ച് നോക്കായേക്കാം ഒരു കറക്റ്റ് നേടുണ്ടെങ്കിൽ. സോ ഇവിടെ സിറ്റുവേഷൻ കുറച്ച് വേഴ്സ്റ്റ് സിറ്റുവേഷനാണ്. വൈഷിന് മാറി മോൾട്ടോ വരുന്നു. വൈഷ് ഓക്കെ, ഹെൽത്ത് കിറ്റ് അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് അടിക്കുന്നു. തിരിച്ച് നമുക്ക് ഗുണ്ട ആൻഡ് അശ്വിൻ്റെ അടുത്തേക്ക് വരാം. ഗുണ്ട ആൻഡ് അശ്വിൻ ബ്രൂട്ടിനെ നോക്കിടുന്നു. ഗുണ്ട ബ്രൂട്ടിനെ നോക്കിടുന്നു. വിത്ത് G36 വെച്ച് നോക്കിടുന്നു. ഒരു പക്ഷേ CUസിന് ഒരു നേടിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. CUസിൻ്റെ കയ്യിൽ നേടുണ്ടോ ഗൈസ്? അറിയാൻ കഴിയുന്നില്ല. DMT അശ്വിൻ കയറി വരുന്നു. അശ്വിനെ നല്ല ഡാമേജ് കൊടുക്കുന്നു. CUസിന് നല്ല ഡാമേജ് കൊടുക്കുന്നു. CUസിനെ നോക്കാക്കുന്നു. അശ്വിൻ വൈഷ് നോക്കാവുന്നു. വിത്ത് ഹാൻഡ് ഓഫ് RD സ്ട്രോം. RD ജാക്ക്, അത് RD ബ്രൂട്ട് മാത്രമാണ് ബാക്കിയുള്ള. RD ബ്രൂട്ടിൻ്റെ ഗെയിം പ്ലേ നമുക്ക് നോക്കാം. ബ്രൂട്ട് നോക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗുണ്ടയിനെ നോക്ക് ചെയ്യുന്നുണ്ട്. ഒരു വൈപ്പ് ഇടുന്നു. ബ്രൂട്ടിൻ്റെ ഒരു OP ഗെയിം പ്ലേ. DMTNTനെ വൈപ്പ് ഇടുന്നു. RD ബ്രൂട്ടിൻ്റെ ഒരു OP ഗെയിം പ്ലേ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ RD ബ്രൂട്ട് ഒരു OP ഗെയിം പ്ലേ നടത്തുന്നു. DMTNTനെ വൈപ്പ് ഇടുന്നു. ഇൻറ്റോ വാൾക്കേരിയുടെ ഫൈറ്റിലേക്ക് പോകാം. TMKയുടെ ഫൈറ്റിലേക്ക് പോകാം. TMK ഒരു ഹൈ ഗ്രൗണ്ടിൽ പിടിക്കുന്നുണ്ട്. നമ്മുടെ DMTNTയുടെ സെക്കൻഡ് സ്ക്വാഡ് DMTNT വിഷ് ഉള്ള ടീം അത് 2 പേർ നോക്കാവുന്നു. നമ്മുടെ പ്ലേയേഴ്സ് 2 പേർ. അവരുടെ പേര് നമുക്ക് നോക്കാം. അഭിറാം ആൻഡ് അത്വക്, അങ്ങനെ എങ്ങനെയോ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ആനന്ദ് വിൽഫ്രഡ് നമുക്ക് നോക്കുന്നു. സ്മോക്ക് ഇടാൻ നോക്കുന്നു.
ഇൻഫ്ലുവൻസ് വാമ്പയർ ഇവിടെ സൈഡിലുണ്ട്, ഇൻഫ്ലുവൻസ് വാമ്പയർ ഉണ്ട്, അതുപോലെ നൊട്ടോറിയസും കൂടെ തന്നെയുണ്ട്. ലാസ്റ്റ് സോണിൽ 11 പ്ലേയേഴ്സ്. ഓക്കെ, 6th സർക്കിളിൽ 11 പ്ലേയേഴ്സ്. അൻസിൽ അൻസിൽ പുഷ് ചെയ്യുന്നുണ്ട്, വിത്ത് മോൾട്ടോ ഒക്കെ എറിയുന്നുണ്ട്. TMK പുഷ് ചെയ്യുന്നുണ്ട് ഇവിടെ. വാൽക്കേരി ബ്രോ 1 HP, വാൽക്കേരി ബ്രോ നോക്കാവുന്നു. കറക്റ്റ് കവർ ഫയർ കൊടുക്കുന്നു TMK. അൻസിൽ ബ്രോ വാൽക്കേരി ബ്രോ സ്മോക്കിൽ തന്നെ എടുക്കുമായിരിക്കും. അൻസിൽ ബ്രോ കയറി വരുന്നു. അൻസിൽ ബ്രോ ആനന്ദ് വിൽഫ്രെഡിനെ നോക്കിടുന്നു. അൻസിൽ ബ്രോയുടെ ഗെയിം പ്ലേയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അൻസിൽ ബ്രോയുടെ ഗെയിം പ്ലേയിലേക്ക് തന്നെ പോകേണ്ടി വരും. ഫിനിഷ് ചെയ്യാൻ നോക്കുന്നു, ജംപ് ഷോട്ട് അടിക്കുന്നു, ഫിനിഷ് ചെയ്യാൻ നോക്കുന്നു, നല്ല ഡാമേജ് കൊടുക്കുന്നു, ബ്ലീഡ് ഔട്ട് സ്പീഡാക്കുന്നു. ഓക്കെ, അൻസിൽ ബ്രോ കയറി വരുന്നുണ്ട്. അൻസിൽ ബ്രോയുടെ ഗെയിം പ്ലേ തന്നെ നമുക്ക് കാണാം. അൻസിൽ ബ്രോ കയറി വരുന്നു, ടീമുകളൊക്കെ കയറുന്നു. അത് പുറത്തുനിന്ന് ഫൈറ്റ് കിട്ടുന്നു, വേറെ എവിടുന്ന് ഫൈറ്റ് ഇടുന്നു. ഓക്കെ, ഇൻഫ്ലുവൻസ് ആണ് അത് TMT. ഓക്കെ, അടുത്ത പ്ലെയറെ നോക്കാക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇൻഫ്ലുവൻസ് വെയിറ്റ് ചെയ്യായിരിക്കാം. ഇനി ബാക്കിയുള്ളത് ആരാണ് ഗൈസ്? ബാക്കിയുള്ളത് അഭിരാമേസ് ആണ്. അഭിരാമേസ് മാത്രമാണ് ബാക്കിയുള്ളത്. കയറി വൈറ്റ് ഫിഷിനെ ഫിനിഷ് ചെയ്യാൻ നോക്കുന്നു, പക്ഷേ കറക്റ്റ് ടൈമിൽ വാൽക്കേരി ബ്രോയുടെ ഒരു OP ഫയർ വാൽക്കേരി ബ്രോ അങ്ങനെ എടുക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു. TMTയുടെ 2ാം സ്ക്വാഡ്. അത് RD ടീം ഇനിയും സോണിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇൻഫ്ലുവൻസ് ടീം അടുത്ത ടോപ്പ് ഗ്രൗണ്ടിലുണ്ട്, ഫൈറ്റ് കൊടുക്കുന്നു. നമ്മുടെ വാമ്പയർ വിത്ത് 3x M416 ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. അൻസിൽ ബ്രോ ഓപ്പണിലാണ്. അൻസിൽ ബ്രോ എന്തായാലും നോക്കായിട്ടുണ്ട്. വാമ്പയർ നോക്കാക്കുന്നു, ടാപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, തിരിച്ച് ഫൈറ്റ് വരുന്നുണ്ട്. അൻസിൽ ബ്രോ ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല. വെഹിക്കിൾ എക്സ്പ്ലോഡ് ചെയ്യാൻ നോക്കുന്നു. നൊട്ടോറിയസ് ആൻഡ് വാമ്പയർ ഈസ് ഓൺ ദ ഹൈ ഗ്രൗണ്ട്. RD ടീമും തൊട്ട് പുറകിലുണ്ട് അവിടെ. RD ടീം പുറകിലുണ്ട്. RD ടീമിന് ഇനി സോണിലേക്ക് കയറേണ്ട ആവശ്യമുണ്ട്. സോൺ ബിഗിൻ ചെയ്യാൻ ഇനി അത് RD ബ്രൂട്ട് പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. TMK ഓൾറെഡി അലേർട്ടഡ് ആണെന്ന് വിചാരിക്കാം. TMK RD ബ്രൂട്ട് ആൻഡ് സിയൂസ് സോണിലുണ്ട്. അതുപോലെ ഇൻഫ്ലുവൻസ് മുകളിലുണ്ട് ഗൈസ്. ഇത് നല്ലൊരു ഗെയിം പ്ലേ. RD ബ്രൂട്ടിൻ്റെ വക ഒരു നേട് പോയിട്ടുണ്ട്. നേട് ആർക്കും ഡാമേജ് കൊടുക്കുന്നു. അത് ഡ്രീമർ ബ്രോ നോക്കാവുന്നു വിത്ത് നേഡ് കാരണം. ഡ്രീമർ ബ്രോ നല്ലൊരു നേടായിരുന്നു. ഡ്രീമർ ബ്രോ നോക്കാവുന്നു. RDയുടെ അടുത്ത നേട് നമുക്ക് പ്രതീക്ഷിക്കാം. RDയുടെ അടുത്ത നേട്. ഓക്കെ, ബ്രൂട്ട് ബ്രോയും 1 HP ആണ്. അതൊരു റൊട്ടേഷൻ എടുത്ത് വാൽക്കേരി ബ്രോ കയറി വരുന്നുണ്ട്. RD പുറകിൽ നിന്ന് ഇൻഫ്ലുവൻസിൻ്റെ ഫൈറ്റ് കിട്ടുന്നു. ഇൻഫ്ലുവൻസിൻ്റെ ഡാമേജ് കിട്ടുന്നു. വാൽക്കേരി ബ്രോ പുഷ് ചെയ്യുന്നുണ്ട്. വാൽക്കേരി ബ്രോ നോക്കാവുന്നു വിത്ത് ദ ഹാൻഡ് ഓഫ് സിയൂസ്. അത് അൻസിൽ ബ്രോ പുഷാക്കുന്നുണ്ട്. പുഷാക്കാൻ ശ്രമിക്കുന്നു, ഒരു ജംപ് ഫയറിന് ശ്രമിക്കുന്നു. അൻസിൽ ബ്രോയും ഫിനിഷ് ആവുന്നു. അങ്ങനെ RD വേഴ്സസ് ഇൻഫ്ലുവൻസ് ഫൈനൽ ഫൈറ്റ് വന്നിട്ടുണ്ട്. RD വേഴ്സസ് ഇൻഫ്ലുവൻസ് ഫൈനൽ ഫൈറ്റ്. ഇൻഫ്ലുവൻസ് ഇപ്പോഴും ടോപ്പ് ഗ്രൗണ്ടിലാണ്. ആർക്കായിരിക്കും അഡ്വാൻറ്റേജ്? സോൺ അഡ്വാൻറ്റേജ് ആർക്കായിരിക്കും നോക്കാം. RD വേഴ്സസ് ഇൻഫ്ലുവൻസിൻ്റെ അടുത്തേക്ക് വരുന്നു. RDക്ക് ഒരു കോമ്പൗണ്ട് ഉണ്ട് ഹൈഡ് ചെയ്യാൻ, കുറച്ച് സമയത്തേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് 50 സെക്കൻഡ്സിലേക്കെങ്കിലും ഹൈഡ് ചെയ്യാൻ ഒരു കോമൺ ഉണ്ട്. ഇൻഫ്ലുവൻസ് ഒരു ഹൈ ഗ്രൗണ്ടിലാണ്. ഇൻഫ്ലുവൻസിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയില്ല എന്ന് തോന്നുന്നു. RD ഒരു 2 vs 2 സിറ്റുവേഷൻ, 2 ടീമുകൾ 2 vs 2 സിറ്റുവേഷൻ. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇൻഫ്ലുവൻസിനായിരിക്കും അഡ്വാൻറ്റേജ്. കാരണം അഡ്വാൻറ്റേജ് ഇൻ ദ സെൻസ് ഹൈ ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് വരുന്നത് ഇൻഫ്ലുവൻസിനായിരിക്കും. ബ്രൂട്ട് ബ്രോ കയറി വരുന്നുണ്ട്. നമുക്ക് ബാക്കി ഇൻഫ്ലുവൻസിൻ്റെ ഒരു ഗെയിം പ്ലേ, ഇൻഫ്ലുവൻസിൻ്റെ നൊട്ടോറിയസ് ആൻഡ് വാമ്പയറിൻ്റെ ഒരു ഓക്കെ, അവർ വാമ്പയർ ആൻഡ് നൊട്ടോറിയസിനെ ചെക്ക് ചെയ്യാം. അവർ ഓൾറെഡി 8x ബ്രൂട്ടിനെ സ്പോട്ട് ചെയ്യുന്നു. AWM കൊണ്ടൊരു ഷോട്ട്, ബട്ട് ഡാമേജ് കൊടുക്കുന്നില്ല. കറക്റ്റ് ടൈമിൽ ബ്രൂട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മോൾട്ടോ എറിയുന്നുണ്ട്. മോൾട്ടോ എല്ലാം എറിയുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ടീം ഡാമേജുകൾ കൊടുക്കുന്നില്ല. ഒന്നിനും ഒരു ഡാമേജ് കൊടുക്കാൻ സാധിക്കുന്നില്ല RD ടീമിന്. സ്മോക്കുകൾ ഇടേണ്ടി വരും ഗൈസ്. സ്മോക്കുകൾ ഇട്ട് സോണിലേക്ക് കയറുക തന്നെയാണ് മാർഗമുള്ളത്. ഇപ്പോൾ സോൺ വരാൻ ഇനി ഓൾറെഡി RD ടീം സ്മോക്കുകൾ ഇടുന്നില്ല. RD ടീം സ്മോക്ക് ഇടാനും സ്മോക്ക് ഇടുന്നുണ്ട്. സോ ഇത് തന്നെ നൊട്ടോറിയസ് പുഷ് ചെയ്യുന്നു. സ്മോക്കിലേക്ക് ഒരു മോൾട്ടോ എറിയുന്നു. നല്ലൊരു ഗെയിം പ്ലേ ഫൈറ്റ് നടക്കുന്നു ഗൈസ്.
സിയൂസ് ഓൾറെഡി നോക്കാണ്. ബ്രൂട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. ബ്രൂട്ടിന്റെ ഫൈറ്റിലേക്ക് നോക്കാം. ബ്രൂട്ട് വാമ്പയറിനെ നോക്കിടുക ഗൈസ്. ഇല്ല, വാമ്പയർ കറക്റ്റ് ടൈമിൽ ഒരു ഡാമേജ് ഏറ്റു വാങ്ങി. അതെ, വാമ്പയർ ഈസി ആയിട്ടൊരു വാമ്പയറിന് ഈസി ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നു ഡിന്നർ വിത്ത് 6 kills. ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നു. ഇൻഫ്ലുവൻസ് റീപ്പർ വിത്ത് 0 kills. ഇൻഫ്ലുവൻസ് വാമ്പയർ വിത്ത് 3 kills. ഇൻഫ്ലുവൻസ് നൊട്ടോറിയസ് വിത്ത് 3 kills. ആഡി സിയൂസ് വിത്ത് 2 kills. ആഡി ജാക്ക് വിത്ത് 1 kill. ആഡി ബ്രൂട്ട് വിത്ത് 3 kills. ആഡി സ്ട്രോം വിത്ത് 1 kill. സെക്കൻഡ് പ്ലേസ് ആഡി കൊണ്ടുപോയിട്ടുണ്ട്. തേർഡ് പ്ലേസ് goes to TMK, അൻസിൽ, ഡ്രീമർ, ആദി ആൻഡ് വാൾക്കേരി. വാൾക്കേരി ബ്രോയ്ക്ക് 5 കില്ലുകളുണ്ട്. ഡ്രീമർ ബ്രോയ്ക്ക് 1 കില്ലുണ്ട്. അതുപോലെ അൻസിൽ ബ്രോയ്ക്ക് 2 കില്ലുണ്ട്. ആർ ഡി ടീമിൻ്റെ കില്ലേക്ക് വരുന്നത് സിയൂസ് വിത്ത് 2 kill, ജാക്ക് വിത്ത് 1 kill, ബ്രൂട്ട് വിത്ത് 3 kill ആൻഡ് സ്ട്രോം വിത്ത് 1 kill. ആർ ഡി ടീം സെക്കൻഡ് പ്ലേസ് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 2 vs 2 ഫൈറ്റിൽ ആർ ഡിക്ക് ഇനീഷ്യലായിട്ട് തന്നെ ഒരു നോക്ക് കൊടുക്കേണ്ടി വന്നത്. കാരണം ആർ ഡി സെക്കൻഡ് പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ടുള്ള വാമ്പയർ ആൻഡ് നൊട്ടോറിയസ് ഹൈ ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് അവരുടെ അടുത്തുണ്ടായിരുന്നു. അതവർ മുതലാക്കിയിട്ടുണ്ട്. നന്നായിട്ട് കളിച്ചു. അങ്ങനെ ഡിന്നർ കൊണ്ടുപോയി. താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്ട്രീം ഗൈസ്. താങ്ക് യു സോ മച്ച്.